ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഒത്തിരി ചെടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ കാണിച്ചു പോട്ടോ. കോംബോ ആയിട്ടൊന്നുമല്ല, നമ്മളെല്ലാം കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. ഇനി കാറ്റലോഗ് കിട്ടുന്നില്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ടൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ വേഗത്തിൽ തന്നെ പ്ലാന്റ്സുകൾ കാണിച്ചു പോകാം. നമ്മുടെ പെഡിലാന്തസ് വെറൈറ്റി, പെഡിലാന്തസ് നാന വേരിഗേറ്റഡ് വന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ സാൻസവേരിയ വെറൈറ്റി, സാൻസവേരിയ മിക്കാഡോയുടെ സിൽവർ മിക്കാഡോ കഴിഞ്ഞ ആഴ്ചയിൽ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ്ട് ആദ്യം കാണിച്ചു പോകണേ. ഇത് നമ്മുടെ ബ്രെയിൻ കാക്ടസ് സ്റ്റോക്കിലുണ്ട്. പിന്നെ ഇതാ നമ്മുടെ എയർ പ്ലാന്റ് അറിയാലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എയർ പ്ലാന്റ് നടുന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് മണ്ണിലാണോ ഇത് എങ്ങനെയാണ് നടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ആദ്യമായിട്ട് കണക്കാണുന്നവർ. അങ്ങനെയുള്ളവരൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഇത് നമ്മുടെ ലക്കി ബാമ്പു 5-in-1 വരാറുണ്ട്. അതുപോലെ തന്നെ 3-in-1 വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം 3-in-1 ആണ് വന്നേക്കുന്നത്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതാ ഇത് ഒരു പോട്ടിൽ 3 എണ്ണം സെറ്റ് ചെയ്തിട്ട് അങ്ങനെ തന്നെ. ഇത് നമ്മൾ പോട്ട് സഹിതമായിരിക്കും കേട്ടോ വിടുന്നത്. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഒരു ഇതിലേക്കൊക്കെ ഇറക്കി വെക്കാവുന്നതാണ് കേട്ടോ. ഇത് കൊക്കോപിറ്റിലാണ് പ്ലാന്റ് വന്നേക്കുന്നത്. അപ്പോൾ അതനുസരിച്ചൊക്കെ നനവ് കൊടുത്താൽ മതി കേട്ടോ. ഇതാ അങ്ങനെ നല്ല ഭംഗിയെ കാണാൻ കേട്ടോ, അടിപൊളിയല്ലേ. ഈ ലക്കി ബാമ്പു ഒക്കെ ഇൻഡോറിലേക്കൊക്കെ വെക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ഭാഗ്യം കൊണ്ടുവരുന്നും ഒക്കെ പറയുന്നപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബാമ്പു പാം സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പല ടൈപ്പിലുള്ള ബാമ്പു പാമ, പല സൈസിലുള്ള ബാമ്പു പാമ വന്നേക്കുന്നത്. ഈ പ്രാവശ്യം വന്നേക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കരുത്തുള്ള ഒരു 10 എണ്ണമൊക്കെ ഒരു പോട്ടിൽ മിക്കവാറും ഉണ്ടാവും കേട്ടോ. ഇതാ ഇങ്ങനെയായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ എടുത്തോളൂ. 2-3 പോട്ടകളൊക്കെ വെച്ചിട്ട് തിക്കായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളതാണ് കേട്ടോ. ഇതാ ഇങ്ങനെ. പിന്നെ ഇതാ ഈ നമ്മളുടെ ഫിലാഡോണ്ടൺ വെറൈറ്റി ഫ്ലോറിഡ ഗ്രീൻ, ഇതാ ഈ ഫ്ലോറിഡ ബ്യൂട്ടി ഗ്രീൻ വെറൈറ്റി കേട്ടോ. അത് വെരിഗേറ്റഡ് ഉണ്ട്, അത് കാരണം പറഞ്ഞത്. ഇതാ ഇങ്ങനെ. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. ഇത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ടിഷ്യൂ കൾച്ചർ പ്ലാന്റുകൾ ആയതുകൊണ്ട് ആദ്യത്തെ ഇലകൾക്ക് ആ ഒരു പാറ്റേൺ വരില്ല. മെച്ചുവേർഡ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ അതിൻ്റെ പാറ്റേണിലേക്ക് വരുന്നത് കേട്ടോ. ഇതാണ് ഇലയുടെ കറക്റ്റ് ഇത് വരുന്നത് കേട്ടോ. കുറച്ചും കൂടെ ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആ ഒരു ഈ വെട്ടൊക്കെ അതൊക്കെ കറക്റ്റായിട്ട് കുറച്ചും കൂടെ അടുത്ത ഇലയിൽ വരും കേട്ടോ. പിന്നെ ഫൈക്കസ് വെറൈറ്റി, ഇത് നമുക്ക് എപ്പോഴും നല്ല ഡിമാൻഡുള്ളതാണ്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇത് ഒരു പോട്ടിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ നല്ല കരുത്തോടുകൂടി ഒത്തിരി ഇലകളായിട്ട് ഇങ്ങനെ രസമായിട്ട് വളരും കേട്ടോ. അധികം പൊക്കം വെക്കാതെ ഇങ്ങനെ കുള്ളനായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വലുപ്പം വയ്ക്കണ അനുസരിച്ച് പോട്ടുകൾ മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇതിലേക്കൊക്കെ അങ്ങോട്ട് സെറ്റ് ആയിക്കോളും. അപ്പോൾ അതനുസരിച്ച് വളങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കാം കേട്ടോ. ഇലകൾ കൊഴിയുന്നത് പതുക്കിയേ കൊഴിയുള്ളൂ. പിന്നെ ഫേൻ വന്നേക്കുന്നത് ഇത് ഈ ഫേൻ നിഡൂസ് ഫേൻ എന്നും പറഞ്ഞിട്ട് കേട്ടോ ഇതിൻ്റെ ID വരുന്നത്. ഇതാ ഇങ്ങനെ കേട്ടോ. കുറച്ച് ഇലകൾക്ക് വരുന്ന ഒരു ഇതുണ്ടല്ലോ വന്നേക്കുന്നത്, ചെറിയൊരു കരിച്ചിലൊക്കെ ഇതാ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ, ചെറുതായിട്ട് ഉണ്ടാവും. അത് ഈ നമ്മളുടെ ഈ വലിയ പ്ലാന്റ്സുകളൊക്കെ വരുമ്പോൾ ഈ ട്രേയിലൊക്കെ വെക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഇങ്ങനെ അതിൻ്റെ ഇടയിലൊക്കെ കൊള്ളൂല്ലേ. പിന്നെ ഫേനാണല്ലോ, അപ്പോൾ ചെറിയ ചൂടൊക്കെ അടിക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ളൊരു പ്രശ്നം കൊണ്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ചില ഇലകൾക്കൊക്കെ അടപ്പി, ഇതിന് അധികം കുഴപ്പമില്ല. ഇതാ ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു കരിച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതാ ഇങ്ങനെ നല്ല പ്ലാന്റാണ് കേട്ടോ, നല്ല അടിപൊളി പ്ലാന്റാണ്. ഒരു വലിയ പോട്ടിലേക്ക് ഇതിപ്പോൾ 4-5 പോട്ടിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ഒരു വലിയ പോട്ടിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 6-5 പോട്ടിലൊക്കെ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്യാം. അതനുസരിച്ച് പിന്നെ വലുതായി വരുന്നതനുസരിച്ച് പോട്ടുകൾ മാറ്റി കൊടുത്താൽ മതി കേട്ടോ. നല്ല രസമാണ് കാണാൻ. പിന്നെ നമ്മളുടെ ഈ വശത്തുനിന്ന് തന്നെ കാണിച്ചു പോവാം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നത് 350യുടെ നല്ല ഭംഗിയുള്ള നമ്മുടെ പീസ് ലില്ലിയ വന്നിരുന്നത്. ഇതിപ്പോൾ നമുക്കിതാ കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞിട്ടുള്ള പീസ് ലില്ലിയ വന്നേക്കുന്നത്. ഇത് നല്ല തിക്കായിട്ട് തന്നെ വരുന്നത് കേട്ടോ. മുട്ടുകളൊക്കെ വരുന്ന പരുവാണ് കേട്ടോ. ചിലതിൽ മുട്ടുകൾ ഇല്ലാത്തതുണ്ട് കേട്ടോ ചില പോട്ടുകളിൽ. എന്നാലും ഒട്ടെണ്ണ തന്നെ വരും, ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്ന ആ പരുവത്തിലിരിക്കുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ നല്ല രസമാണ് കാണാനായിട്ട്. നല്ലോണം ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉള്ളവർ വേഗത്തിൽ മേടിച്ചോട്ടോ, സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നമുക്ക്. പിന്നെ നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിലുള്ളത് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ, നമ്മളുടെ നിയോൺ പോത്തോസ്. എനിക്കെന്താണോ ഇന്ന് പേരുകളൊന്നും അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നില്ല. നിയോൺ പോത്തോസ് കേട്ടോ. പിന്നെ CC പ്ലാന്റ് ഇതാ ഇങ്ങനെ ബ്ലാക്ക് CC
എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഫുൾ പോട്ട് വരുന്ന ഇതാ ഇങ്ങനെ ബ്ലാക്ക് CC. താല്പര്യമുള്ളവരൊക്കെ വേഗം തന്നെ കാറ്റലോഗ് നോക്കിയിട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇത് ഡ്വാർഫ് നമ്മുടെ കുള്ളൻ ടൈപ്പ് നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളത് കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ ഫിലാഡോണ്ടോൺ വെറൈറ്റി എന്ന് പറയും. ഇത് നമ്മളുടെ എന്താ ബ്രസീൽ എന്ന് നമ്മൾ പറയുന്നത്. അതല്ലാതെ വേറൊരു പേരും കൂടെ പറയൂ കേട്ടോ, ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ. ഇങ്ങനെ നല്ലൊരു വേരിഗേറ്റഡ് വെറൈറ്റിയാണ് വരുന്നത്. അങ്ങനെ കേട്ടോ. ഇത് നമ്മളുടെ ഇതിപ്പോൾ ഓക്സികാർഡിയം വേരിഗേറ്റഡ്. ഇത് നമ്മുടെ ഇൻഡോറിലേക്കൊക്കെ ഇതേപോലെ തന്നെ നമ്മളുടെ പോത്തോസൊക്കെ വെക്കുന്ന പോലെ തന്നെ വെച്ച് അടിപൊളിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ ചൈന ഡോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ, ചെറിയ സൈസിലുള്ള. ഇത്രയും തന്നെ പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ഇതിപ്പോൾ ഈ തണ്ട് ഇങ്ങനെ കൊണ്ട് നീണ്ടു പോയിട്ടുണ്ട്. അതായത് ഇത്രയും ഹൈറ്റൊക്കെ ആയിട്ട് ചെറിയ പ്ലാന്റുകൾ അങ്ങനത്തെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ആന്തൂറിയം റെഡ് വെറൈറ്റി സ്റ്റോക്കിലുണ്ട് കേട്ടോ, ചെറിയ പ്ലാന്റുകൾ. ഒരു പോട്ടിൽ ഒരു 3 എണ്ണം മിനിമം ഉണ്ടാവും കേട്ടോ. 3 എണ്ണമൊന്നും അല്ല, പിന്നെ കുരുകുരുന്ന് തൈകളായിട്ട് ഇതാ ഇങ്ങനെ കേട്ടോ. ഇതാ ഇത്രയും ഹൈറ്റേ ഉള്ളൂ കേട്ടോ. ഒരു പോട്ടിൽ എന്തായാലും രണ്ട് പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ. അതിങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പൂക്കൾ. പിന്നെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റുകൾ വേഗം കാണിച്ചു പോട്ടെ. ഹാങ്ങിങ് പ്ലാന്റുകൾ ഇതാ നമ്മളുടെ ഫൈക്കസ് വെറൈറ്റി, ഫൈക്കസ് റേഡിക്കൻസ്. ഇത് നല്ല ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് എങ്ങനെ നമ്മൾ കെയർ ചെയ്തില്ലെങ്കിലും പിടിച്ചു വന്നോളൂ. ഇതിപ്പോൾ നമുക്ക് ഒരു 8 ഇഞ്ച് പോട്ടിലേക്കൊക്കെ കട്ട് ചെയ്ത്, അതിങ്ങനെ ചെറിയ പോട്ടിൽ നടുക, കട്ട് ചെയ്ത് ഇതിൻ്റെ തുമ്പുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് തന്നെ വേര് പിടിച്ചോളൂ കേട്ടോ. പിന്നെ അതനുസരിച്ച് നമുക്ക് പോട്ടുകൾ മാറ്റി കൊടുത്തിട്ട് ഒരു ഹൈറ്റുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് വെക്കേണ്ട പ്ലാന്റ് ആണ്, ഇങ്ങനെ ഹാങ് ചെയ്ത് താഴത്തേക്ക് വന്ന് നല്ല രസമായിക്കോളൂ കേട്ടോ. പിന്നെ മതൽമ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് പടർത്തി വിടാം. ഈ നമ്മളുടെ ഫിഗൊക്കെ വരുന്ന അങ്ങനത്തെ ഒരു വെറൈറ്റി ഉണ്ടല്ലോ, മതൽമ പറ്റി പിടിച്ച് വളരുന്നത്. അതുപോലെ നിങ്ങൾക്ക് മതൽമ വേണമെങ്കിൽ പറ്റി പിടിച്ച് വളർത്തുകയും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഈ ഓരോ നോഡുകളിലും വേരുകളുണ്ട്. ഈ ഇങ്ങനെ കണ്ടോ ഇത്. അപ്പം അങ്ങനെ വെച്ചിട്ട് നല്ല രസമായിട്ട് വളർത്താവുന്നതാണ് കേട്ടോ. പെട്ടെന്ന് വേര് പിടിക്കുന്നതാണ്. ഞാൻ വേര് പിടിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അത്രയും കോൺഫിഡൻസോടുകൂടി പറയുന്നത് കേട്ടോ. ഹാങ് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഇത് നമ്മളുടെ പെപ്രോമിയ വെറൈറ്റി, പെപ്രോമിയ വാട്ടർമെലൺ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നല്ല പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം കേട്ടോ, സ്ക്രീനിൽ കൊടുത്തേക്കാം. നോക്കട്ടെ, സെർച്ച് ചെയ്ത് നോക്കിയിട്ട്. നല്ലൊരു പോട്ടിൽ, ചെറിയ ഹൈറ്റൊക്കെ കുറഞ്ഞിട്ടുള്ള പോട്ടിൽ ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല രസം അത് അങ്ങനെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഡിഷിഡിയ വെറൈറ്റി, ഡിഷിഡിയ അതാ ഇത് കണ്ടോ, ഡിഷീറിയ വെറൈറ്റി, ഡിഷിഡിയ ഗ്രീൻ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ ഹൈറ്റ് കുറഞ്ഞ പോട്ടിലൊക്കെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്ത്. പിന്നെ ഒരു സക്കുലൻറ്റ് വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആദ്യമായിട്ട് വരുന്ന സക്കുലൻ്റ് ആണ്. അപ്പോൾ അതനുസരിച്ച് തന്നെ കെയർ ചെയ്ത് വളർത്തണം കേട്ടോ. ഇതാ ഇത് കണ്ടോ, നല്ല രസം, നല്ല ഫ്ലഷി ആയിട്ടുള്ള ഇലകളായിട്ട് ഇതാ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട്. അധികം സ്റ്റോക്കിലില്ല കേട്ടോ. റൂഫസെൻസ് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. വേറെ പേരുകളൊക്കെ പറയുന്നുണ്ട്. ഇതിങ്ങനെ ഒരു ഐഡിയയിലാണ് നമുക്ക് വന്നേക്കുന്നത് കേട്ടോ. അതാ ഇങ്ങനെ തിക്കായിട്ട് രസമാണ് കാണാനായിട്ടോ കേട്ടോ. അപ്പോൾ സക്കുലൻ്റ് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ശ്രദ്ധിച്ച് വളർത്തണം കേട്ടോ. പിന്നെ ഇതാ ഒരു ഇത് നമ്മളുടെ സ്ട്രിങ് ഗ്രേ ഫേൻ. ഇതാ ഫേൻ വെറൈറ്റിയാണ്. തിക്കായിട്ടുള്ളതാ ഇത് കണ്ടോ, ഇത്രയും തിക്കായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അതാ രസം. ഇതിൻ്റെ തന്നെ ഒരു പ്രത്യേകത തന്നെ ഈ തുമ്പ് ഭാഗത്ത് ഇലകൾ ഉണ്ടാവില്ല. ഇത് കണ്ടോ, നല്ല കോല് പോലെ നല്ല രസമാണ് കാണാൻ കേട്ടോ. ആദ്യം നമ്മൾ വിചാരിക്കും തുമ്പിൽ നിന്ന് കൊഴിഞ്ഞു പോയതാന്ന് വിചാരിക്കും. ഇത് കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതാ ഇങ്ങനെ. ഈ ഹാങ്ങിങ് പ്ലാന്റ്സിന് ഒന്നും പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ. പോട്ട് മാറ്റിയിട്ടായിരിക്കും നമ്മൾ വിടുന്നത് കേട്ടോ. പോട്ടുകൾ വെച്ചിട്ട് നമുക്ക് പ്ലാന്റ്സുകൾ വിടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് പെപ്രോമിയ വെറൈറ്റി കുറച്ച് കാണിക്കട്ടെ. പെപ്രോമിയ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയിൽ വന്നേക്കുന്നതാണ്. ഗ്രീൻ എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഒരു തുമ്പ് ഭാഗത്ത് ഒരു മെറൂൺ ഷെയ്ഡും കൂടെ, ഒരു ഗ്രീനും മെറൂണും കൂടെ ഒരു കോമ്പിനേഷനിലാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ. അതാ ഇങ്ങനെ നല്ല രസമാണ്. ഒരു പോട്ടിൽ 3 തണ്ടുകൾ വീതം, 3 അല്ല കേട്ടോ, ഒരു ഇതിൽ തന്നെ ഇങ്ങനെയൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ 3 ഇതായിട്ട് നിങ്ങൾക്ക് മാറ്റി നടാവുന്ന ഭാഗത്തിനാണ് കേട്ടോ. ഞാനൊന്ന് പൊക്കി കാണിച്ചു തരാം. നല്ലോണം വേര് പിടിച്ചിട്ട് ഇതാ ഇത് കണ്ടോ, ഇത് കണ്ടോ, രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്തൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. പെപ്രോമിയ വെറൈറ്റി അറിയാലോ. ഇത് പെപ്രോമിയ റെഡ് എഡ്ജ് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ തുമ്പ് നോക്കി, ഇതും തിക്ക് പോട്ടാണ്. 3 എണ്ണമൊക്കെ അങ്ങനെ 3-4 എണ്ണമൊക്കെ ചേർത്തൊക്കെ വെച്ചേക്കുന്നതാണ് കേട്ടോ. 2-ൽ കൂടുതൽ എന്തായാലും ഉണ്ടാവും. ഇതാ ഇത് കണ്ടോ, റെഡ് എഡ്ജാണ്. ഒരു വേരിഗേറ്റഡ് വെറൈറ്റി തന്നെയാണ്. അതിൻ്റെ ആ എഡ്ജ് നോക്കി നല്ല രസമല്ലേ കാണാനായിട്ട്, അടിപൊളിയാണ്. പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത്
ലെമൺ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി വരുന്നതാണ്. ഇതും ഒരു എന്താ പറയുക, ഇതൊരു ലൈറ്റ് ഗ്രീനും ലെമൺ ഗ്രീനും യെല്ലോയും അതിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ആ കറക്റ്റ് കളർ മനസ്സിലാവുന്നുണ്ടോ വീഡിയോയിൽ? ഇത് ഇങ്ങനെ കേട്ടോ, നല്ല രസമാണ് കാണാൻ. ഇത് മണ്ണിലാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ മണ്ണ് നമ്മൾ മാക്സിമം മാറ്റിയിട്ടേ വിടുള്ളൂ. ആദ്യം കാണിച്ച 2 വെറൈറ്റി കൊക്കോപീറ്റിലാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ കൊക്കോപീറ്റ് ഒട്ടും മാറ്റില്ല, മണ്ണിൽ വന്നേക്കുന്നത് നമ്മൾ മണ്ണ് മാറ്റിയിട്ടാണ് വിടുകയുള്ളൂ കേട്ടോ. ഇത് ഒരു ഗ്രീൻ വേരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ട് വരുന്ന വെറൈറ്റിയാണ്. ഇത് നല്ല രസമാണ് കാണാൻ കേട്ടോ. ഇതിലും ഒരു പോട്ടിൽ 3 എണ്ണമൊക്കെ വീത 3 സ്റ്റെമ്മ്, പിന്നെ അതിൽ നിന്ന് ഷൂട്ടുകളൊക്കെ ആയിട്ട് അങ്ങനെ ആണ് തിക്കായേക്കുന്നത് കേട്ടോ. അപ്പോൾ 4 വെറൈറ്റികളാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ പെപ്രോമിയയുടെ തന്നെ 4 വെറൈറ്റികളാണ് കേട്ടോ നമുക്ക് സ്റ്റോക്കിൽ വന്നേക്കുന്നത്. ഇത് കണ്ടോ, നല്ല രസമാണ് കാണാനായിട്ടാ. അപ്പോൾ താല്പര്യമുള്ളൊരു 4 കൂടെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് വന്നേക്കുന്നത് ഉണ്ടല്ലോ ഇക്സോറ വെറൈറ്റി ഡബിൾ ഷെയ്ഡായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് റെഡ് വന്നിട്ടുണ്ടായിരുന്നു, യെല്ലോ വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം റെഡും ഓറഞ്ചും കൂടെ ഉള്ള മിക്സാണ് വന്നേക്കുന്നത്. ഓറഞ്ചെന്നും തന്നെ പറയാൻ പറ്റുമോ? ഓറഞ്ചിൽ തന്നെ 2 കളറാണ് വന്നേക്കുന്നത് കേട്ടോ. ഒരു ലൈറ്റ് ഓറഞ്ചും ഒരു പീച്ച് ഓറഞ്ചും ഇത് കൂടെ ചേർന്നിട്ടുള്ളൊരു വെറൈറ്റി. ഇത് കണ്ടോ, ആ ഓറഞ്ച് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അതിൻ്റെ തന്നെ റെഡും വന്നിട്ടുണ്ട് കേട്ടോ, ഒരു റെഡും കൂടെ. അപ്പോൾ ഒരു പോട്ടിൽ 3 സ്റ്റെമ്മായിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ചിലപ്പോൾ 2 സ്റ്റെമ്മ് ഓറഞ്ചിൻ്റെ മിക്സ് ആയിരിക്കും, 1 സ്റ്റെമ്മ് റെഡ് ആയിരിക്കും, അല്ലെങ്കിൽ 2 സ്റ്റെമ്മ് റെഡും 1 സ്റ്റെമ്മ് ഓറഞ്ചും, അങ്ങനെ മിക്സ് ഒക്കെ ചെയ്താണ്ട് വന്നതാണ്. എന്തായാലും ഒരു പോട്ടിൽ 3 എണ്ണം നിങ്ങൾക്ക് 3 പോട്ടിലേക്കൊക്കെ മാറ്റി നടാൻ പാകത്തിന് അങ്ങനെയായിരിക്കും വരുന്നത് കേട്ടോ. അത് കണ്ടോ. അപ്പം നെറ്റ് പോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ മാറ്റി നടാവുന്നതാണ്. ഇപ്പോൾ വാങ്ങിക്കുന്നവരൊക്കെ ഭയങ്കര സന്തോഷത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഞാൻ കാണിക്കട്ടെ, നമ്മൾ നേരത്തെ ടേബിൾ ടോപ്പിൽ വെക്കുന്ന ഇത് കാണിച്ചുവല്ലോ, ബാംബൂ പാം കാണിച്ചല്ലോ. ഇത് ടേബിളിലൊക്കെ വെക്കും, നമുക്ക് ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാം. അധികം പൊക്കം വെക്കാത്ത ടൈപ്പാണ്. ഇത് വരുന്നത് നമുക്ക് അരേക്കാപ്പാം ആണ് വരുന്നത്. ഇത് മണ്ണിലാണ് പ്ലാന്റ് വന്നത്. അപ്പം നമ്മൾ മണ്ണ് മാറ്റിയിട്ടാണ് മാക്സിമം തന്നെ മണ്ണ് മാറ്റിയിട്ട് വിടുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് പ്ലാന്റ് വന്നേക്കുന്നത്. ഇതിങ്ങനെ തിക്കായിട്ട് നിങ്ങൾക്ക് മിക്ക നഴ്സറികളും ചെല്ലുമ്പോൾ കാണാൻ പറ്റില്ലേ, നല്ല തിക്കായിട്ട് പോട്ടിലൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ. ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളത്. ഇങ്ങനെ ഇത് തന്നെ ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു 20 എണ്ണത്തിന് മുകളിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ തന്നെ നമുക്കൊരു പോട്ടിലേക്ക് ഇറക്കി വെക്കാവുന്നതാണ്, മാറ്റി നടാവുന്നതാണ്. പിന്നെ ഇൻഡോറിലേക്കൊക്കെ വെക്കാവുന്നതാണ്. ഇത് ഇതിൻ്റെ പേര് മറന്നുല്ലോ ഞാൻ, ഡെലൂഷ്യസ പേര് മോൺസ്റ്റേറ ഫാമിലി മറന്നുപോയി. നമ്മൾ കുടുംബക്കാരെ മറക്കാൻ പറ്റില്ലല്ലോ. മോൺസ്റ്റേറ ഡെലൂസിയോസ് ആണ് കേട്ടോ അതിൻ്റെ പേര് വരുന്നത്. ഇതിങ്ങനെ ഇതിപ്പോൾ നമുക്ക് പലപ്പോഴും വരാറുണ്ട്. ഇതിൻ്റെ വേരിഗേറ്റഡ് വെറൈറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വരുന്നത്. പാറ്റേണൊക്കെ ആദ്യത്തെ ഇലകൾക്കൊക്കെ കുറവായിരിക്കും, പിന്നീട് ഇലകളിലൊക്കെ ആ ഫെനസ്ട്രേഷനൊക്കെ വന്നോളൂ കേട്ടോ. ഇത്രയും തന്നെ ഹൈറ്റ് ഉണ്ടാവാൻ വഴിയില്ല കേട്ടോ. ഇത്രയും ഹൈറ്റ് ഉള്ളതല്ല ഇത്. ഇത്രയും വരെ ഈ ഇല വരെയുള്ള ഒരു ഹൈറ്റാണ് കേട്ടോ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരു ഇല താന്തോന്നിയായിട്ട് പോയേക്കുവാണ്. അത് നമുക്ക് പാക്ക് ചെയ്യാനും അത് ബുദ്ധിമുട്ടാണ്. ഒന്ന് മടക്കിയൊക്കെ വെച്ചിട്ട് പാക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെയാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പം ഇതും സ്റ്റോക്കിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. നമ്മൾ റിഡക്ഷൻ സെയിലിലൊക്കെ ഇട്ടായിരുന്ന പ്ലാന്റ് അത് കേട്ടോ. പിന്നെ നമുക്ക് വന്നേക്കുന്ന ഒരു അഗ്ലോണിമ വെറൈറ്റി കാണിക്കട്ടെ. അഗ്ലോണിമ വൈറ്റ് സ്റ്റെം ആയിട്ട് വന്നേക്കുന്ന ഒരു ഒസാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒസാക്ക വൈറ്റ്. അത് അങ്ങനത്തെ പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ സ്റ്റെം കണ്ടോ, ഇതിൻ്റെ സ്റ്റെം തന്നെ വൈറ്റ് സ്റ്റെമ്മാണ്. എപ്പോഴും വൈറ്റ് സ്റ്റെമ്മ് നമ്മൾ വൈറ്റ് ഏഞ്ചിലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടില്ലേ. അതുപോലെ ഒരു ജൈൻ വെറൈറ്റിയാണ്. നല്ല ഭംഗിയിൽ നമുക്ക് ഒരു ബൗൾ ഒരു ഇതിലാണ് നമുക്ക് റെഡ് ബൗളൊക്കെ വരാറില്ലേ, അതുപോലെ ഒരു ബൗൾ ഷേപ്പാണ്. ഇത് കണ്ടോ, ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം, അങ്ങനത്തെ ഒരു ഷേപ്പാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ ആദ്യത്തെ ഇലകളൊക്കെ വരുമ്പോഴത്തേക്കും ഒരു യെല്ലോയിഷ് ചേർന്നിട്ടുള്ളൊരു ഇതാണ്. അടിയിലേക്കൊക്കെ ഇലകൾ വരുമ്പോഴത്തേക്കും ഒരു ആഷ് ചേർന്നിട്ടുള്ള ഒരു ഇലയിലേക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ യെല്ലോയിഷ് കുറഞ്ഞിട്ട് ആഷ് കളറിലേക്കാണ് വരുന്നത്. നല്ല ഭംഗിയാണ്, നല്ല അടിപൊളി പ്ലാന്റുകളാണ്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. വേര് നോക്കി, നിറയെ വേരുകളായിട്ട് പെട്ടെന്ന് തന്നെ പിടിച്ചു പോകുന്നുള്ളൂ കേട്ടോ. ചിലവരെങ്കിലും ചോദിക്കാറുണ്ട് വേരുകൾ ഉണ്ടാവുമോ, ഇങ്ങനെ അയക്കുന്ന പ്ലാന്റുകൾക്ക് വേരുകൾ ഉണ്ടാവുമെന്ന്. നമ്മൾ നല്ല വേരുള്ള നല്ല അടിപൊളി പ്ലാന്റുകൾ തന്നെ സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കുകയും ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.